ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കരിയർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷനായ എഡിഫൈസ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കരിയർ കൗൺസിലറുമായിട്ടുള്ള ഷാജി എൻ ജോർജിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു ആസിഫ് ജി. ഈ എഡിഫൈസ് ഇന്ത്യ എങ്ങനെയാണ് സ്ഥാപിച്ചത്? എഡിഫൈസ് ഇന്ത്യയിലേക്ക് വരാനുണ്ടായിരുന്ന കാരണങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ എഡിഫൈസ് ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷത്തെ യാത്രയാണ്. വളരെ യാദൃശ്ചികമായിട്ടല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കരിയർ മേഖലയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ യാത്രയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ 30 വർഷക്കാലം ചിലവഴിച്ചത്. ഓരോ ഘട്ടത്തിലും നമ്മൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ സൈക്കോളജി മേഖലയിലും നടക്കുന്ന പഠനങ്ങളും അവയുടെ റിസൾട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണ് എഡിഫൈസ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എഡിഫൈസ് ഇന്ത്യ എന്നാണല്ലോ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ആ ഒരു എഡിഫൈസ് ഇന്ത്യ എന്ന പേര് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് തിരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിന് ഒരു പേര് കണ്ടെത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. ഏകദേശം 1 മാസത്തെ സമയമെടുത്താണ് നമ്മൾ എഡിഫൈസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തിയത്. എഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വാക്കിൻ്റെ കൂടെ റൈസ്, ഉയരുക, ഉണരുക എന്നുള്ള അർത്ഥത്തിലുള്ള റൈസ് എന്നത് കൂടി ചേർത്ത് വെച്ചാണ് എഡിഫൈസ് എന്നുള്ള ഒരു പേരിലേക്ക് ഞങ്ങൾ എത്തുന്നത്. എന്തുകൊണ്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ചിന്തയുടെ മുഴുവൻ അർത്ഥവും നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു പേരെന്നുള്ള നിലയിലാണ് എഡിഫൈസ് ഇന്ത്യ എന്നുള്ള ഒരു പേരിലേക്ക് നമ്മൾ അതിനെ ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഏതൊരു സ്ഥാപനവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് ഒരു ഗോൾ ഉണ്ടാകും, അതുപോലെ ഒരു മിഷൻ ഉണ്ടാകും, ഒരു വിഷൻ ഉണ്ടാകും. അപ്പം എന്താണ് എഡിഫൈസ് ഇന്ത്യയുടെ മിഷനും വിഷനും ഗോളും ഒക്കെ? ഓക്കെ, അത് തീർച്ചയായിട്ടും കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കരിയർ മേഖലയിൽ നടന്നിട്ടുള്ള 2 പഠനങ്ങൾ, ആ പഠനങ്ങളുടെ ഫൈനൽ റിസൾട്ട് മാത്രം ഞാൻ പറയാം. ഒന്ന്, കരിയർ മേഖലയിൽ എത്തുന്നവരിൽ 90% ആളുകളും ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള മറ്റൊരു പഠനം പറയുന്നത് കേവലം 2.5% ആളുകൾ മാത്രമാണ് അവർ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലിയിലേക്ക് എത്തിച്ചേർന്നത്. ഇത് ഒരു സർവേ നടത്താതെ തന്നെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമുക്ക് ഈ ടോക്ക് ഷോ കാണുന്ന ഏവർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായി വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 അല്ലെങ്കിൽ 2.5% ആളുകൾ മാത്രമേ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള കരിയറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും പാഴാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇവിടെയാണ് എഡിഫൈസ് ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്. ഈ 2.5% മാത്രം കരിയർ മേഖലയിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ അവരുടെ സൂട്ടബിൾ കരിയർ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനിൽ ബാക്കി 98% ആളുകളും ഒന്നുകിൽ തെറ്റായിട്ടുള്ള കരിയറിൽ എത്തിച്ചേർന്ന് ദീർഘകാലം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കേണ്ടി വരുന്നു. അതല്ല എങ്കിൽ അവർ ഇടയ്ക്ക് വെച്ച് പലപ്പോഴും ജീവിത പ്രതിസന്ധികൾ കാരണം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്, നമുക്ക് 90% എംപ്ലോയീസും ഡിസാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അസന്തുഷ്ടരാണ് എന്നുള്ള ഒരു വാർത്ത. അപ്പോൾ ഈ 2 കണക്കുകളാണ് നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ഈ മേഖലയിൽ എന്തെങ്കിലും വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. AI കരിയർ അസസ്മെന്റ് ടെസ്റ്റ് വളരെ പുതുതായിട്ട് കേൾക്കുന്ന ഒരാശയമാണ്. അപ്പം ഈ AI കരിയർ അസസ്മെന്റ് എന്ന് പറയുന്ന ഇതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എന്താണ് അതിന് കാരണം? കരിയർ അസസ്മെന്റിന്റെ മേഖലയിൽ 2000 മുതലാണ് ഇന്ത്യയിൽ ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലാദ്യമായിട്ട് രംഗത്ത് വരുന്നത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്.
അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമായിരുന്നു. വിദ്യാർത്ഥികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പരിശോധിച്ചുകൊണ്ട് അവരുടെ കരിയർ കണ്ടെത്തുന്നതിനുള്ള ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യപ്പെടുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഗൈഡൻസ് നൽകുകയും ചെയ്യുന്ന രീതിയാണ് 2002 നിലവിൽ വന്നത്. അതിനുശേഷം 2015 നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ DMIT എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് സിസ്റ്റം കൂടി നിലവിൽ വന്നു. ഡെർമാറ്റോഗ്ലൈഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിസ്റ്റം. ആ സിസ്റ്റത്തിന് ശേഷം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വന്നു. പല തരത്തിലുള്ള സൈക്കോമെട്രിക് അസസ്മെൻറ്റുകൾ വന്നു. IQ ടെസ്റ്റുകൾ വന്നു. ഇവയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ശരികളായി. പക്ഷേ ഇവയുടെയൊക്കെ ആക്യുറസി ലെവൽ 50% താഴെയായിരുന്നു എന്ന് പല നിരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കൃത്യമായിട്ടുള്ള കരിയർ കണ്ടെത്തുന്നതിന് ഈ സിസ്റ്റങ്ങൾക്ക് സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സൈക്കോമെട്രിക് അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ AI എനേബിൾഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം എഡിഫൈസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ AI കരിയർ അസസ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം എഡിഫൈസ് ഇന്ത്യയുടെ നിങ്ങളിപ്പോൾ പറയുന്ന ഈ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ്, ഈ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും, ഇപ്പം കരിയർ അസസ്മെൻറ്റ് ചെയ്യാതെ തന്നെ പല ആളുകളും ഇതുവരെ ഇത്രയും കാലം വരെ പലരും പഠിച്ചും ഇതൊക്കെ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ എന്തായിരിക്കും ഒരു മാറ്റം, അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം? ഒരു എപ്പോഴും എന്തൊരു പ്രോഡക്റ്റിന് വരും എന്താ പറയുക, ഒരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാണ്. എന്താണ് എഡിഫൈസ് ഇന്ത്യയുടെ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു 90% ആളുകളും കരിയർ മേഖലയിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ അൺസാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പോൾ നമുക്കറിയാം, ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കടന്നുപോയ തലമുറകൾ ആരും തന്നെ കരിയർ അസസ്മെൻറ്റിലൂടെ കടന്നു പോകാത്തവരാണ്. അവരും ജീവിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ കരിയർ അസസ്മെൻറ്റ് നടത്തിയില്ല എങ്കിലും എല്ലാവരും എവിടെയെങ്കിലും എത്തും എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും, എത്തേണ്ടിടത്ത് എത്തില്ല. ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഡിസൈൻ ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ മേഖല ചെയ്യുന്ന ഒരു പ്രവർത്തനം. അത് കൺസ്ട്രക്ഷൻ മേഖലയിലായാലും നമ്മുടെ അധ്യാപക മേഖലയിലായാലും മറ്റ് ഏത് തൊഴിൽ മേഖലയിലായാലും, 20 ക്ലസ്റ്ററുകളാണ്. ആ 20 ക്ലസ്റ്ററുകളിലുള്ള ഏത് തൊഴിൽ മേഖലയിലേക്കായാലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത ഒരു ഫൈനൽ പ്രോഡക്റ്റിനെയാണ് ആ കരിയർ മേഖലയിലേക്ക് എത്തിക്കേണ്ടത്. ആ മേഖലയ്ക്ക് ഉതകുന്ന ആറ്റിറ്റ്യൂഡുകളും ആപ്റ്റിറ്റ്യൂഡുകളും സ്കിൽസും എബിലിറ്റീസുമുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് സാധ്യമാകാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP നിരക്കിനെ വരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് കരിയർ അസസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും സ്കിൽസ് ആൻഡ് എബിലിറ്റീസും അസസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഉചിതമായ, അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള, അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കരിയർ മേഖലയിലേക്ക് അവരെ കൃത്യമായി എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ശരിക്കും കൂടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഈ ഓരോ വ്യക്തികളുടെയും പൊട്ടൻഷ്യൽ എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുകയും ആ ഏരിയയിലൂടെ സക്സസ് ആകുകയും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായി മറ്റുള്ളവർക്കും അടക്കം സമൂഹത്തിനടക്കം മൂല്യം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ നമ്മുടെ ഈ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് അല്ലാതെ തന്നെ മാർക്കറ്റിൽ പലതരത്തിലുള്ള കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും പലർക്കും ഒരു ആശങ്ക, ഇപ്പം ഈ പറയുന്നൊരു ടെസ്റ്റ് കൊണ്ട് എത്ര മാത്രം ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്കോ ഇത് എങ്ങനെ അസസ് ചെയ്ത് ഒരു കൃത്യമായൊരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും? പലപ്പോഴും ഇതിൻ്റെ ഒരു ആക്യുറസി എന്ന് പറയുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ളതിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശം വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അസസ്മെൻറ്റ് എത്രമാത്രം കറക്റ്റ് ആകുന്നു, എന്താണ് അതിൻ്റെ ആക്യുറസി, ഇതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാനായിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ഒരു വശങ്ങളെ പറ്റി ഒന്ന് പറയാം. 20 വർഷം മുൻപ് അല്ലെങ്കിൽ 25 വർഷം മുൻപ് നമ്മൾ കരിയർ അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഒരു ഡയമെൻഷൻ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കരിയർ അന്ന് നമ്മൾ നിർണ്ണയിച്ചു കൊടുത്തിരുന്നത്.
അതിൻ്റെ പോരായ്മകൾ കൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല. അല്ലെങ്കിൽ 50% ശരി എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കരിയർ മേഖലയും പഠന മേഖലയും ഒക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന കരിയർ ഡിസിഷൻസും തെറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ അസസ് ചെയ്യുന്നതിന് ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് ഒരു വിദ്യാർത്ഥിയുടെ പരിശോധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ 5 ഡയമെൻഷണൽ കരിയർ അസസ്മെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ വിദ്യാർത്ഥിയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല പരിഗണിക്കേണ്ടത്, വിദ്യാർത്ഥിയുടെ പേഴ്സണാലിറ്റി, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, കരിയർ ഇൻട്രസ്റ്റ്, കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാത്രമേ നമുക്ക് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവയാണ് ആ കുട്ടിയെ കരിയർ മേഖലയിൽ എത്രമാത്രം എസ്റ്റാബ്ലിഷ് ആകണം, അല്ലെങ്കിൽ അവൻ്റെ പാഷനേറ്റ് ഏരിയ ഏതാണ്, അവൻ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ കഴിയുന്ന ഏരിയ ഏതാണ്, അവന് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന മേഖല ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ ഈ 5 ഡയമെൻഷണൽ അസസ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുക. അപ്പോൾ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന കൗൺസിലിങ്ങിലൂടെയാണ് നമ്മൾ ഒരു ഫൈനൽ കരിയർ ഗോൾ സെറ്റിങ്ങിലേക്ക് നമുക്ക് വിദ്യാർത്ഥിയെ എത്തിക്കാനായിട്ട് സാധിക്കും.